കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു, കേരളത്തിന് നൽകാനുള്ള പൈസ നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാൻ പോയ പിണറായിക്കും കൂട്ടർക്കും വൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ പ്രസംഗത്തിന് നിർമ്മലാ സീതാരാമൻ നൽകിയ മറുപടി ഏറെ ചർച്ചയായ ഒന്നാണ്. കേരളത്തെ ഞെരുക്കുന്നു ഞെരുക്കുന്നു എന്ന് പറയുന്നതല്ലാതെ എങ്ങനെയാണ് ഞെരുക്കുന്നതെന്നും ഏത് പണമാണ് പിടിച്ചു വെച്ചതെന്നുമല്ല നിർമ്മലാ സീതാരാമൻ കൃത്യമായി വിവരിക്കുകയും ജോൺ ബ്രിട്ടാസിനുള്ള തക്ക മറുപടിയും നൽകി. ഇതിലെ ഏറ്റവും തമാശ എന്തെന്നാൽ കണക്കിലില്ലാത്ത പണത്തിന്റെ കഥ പറഞ്ഞാണ് ഇവർ ജനങ്ങളെ പറ്റിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇവർ കൊടുത്ത പരാതിയിലുള്ള കണക്ക് മാത്രമല്ലേ കൊടുക്കാൻ പറ്റൂ. അതിൽ നമ്മോട് അലമുറയിടുന്ന കണക്കുകളൊന്നും എവിടെയും പരാമർശിച്ചിട്ടില്ല. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ പറയുന്നത്ര തുക കേന്ദ്ര സർക്കാർ തരാനില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പറയുന്നത്. 1800 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് നുണയാണ്, പച്ചക്കള്ളമാണ്, ഊതിപ്പെരുപ്പിച്ച കണക്കാണത്, ആ കണക്ക് നിയമസഭയിൽ വെച്ച് ഞങ്ങൾ പൊളിച്ചതാണ് എന്നിങ്ങനെയെല്ലാം അദ്ദേഹം പറയുന്നു. അതായത് സത്യത്തിൽ ഈ സമരം കൊണ്ട് ഒരേയൊരു ഉദ്ദേശം മാത്രമേ CPM കൂട്ടാളികൾക്കുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പിണറായിയെ CPM-ന്റെ ദേശീയ നേതൃത്വത്തിന്റെ പുതിയ മുഖമാക്കാനുള്ള ഒരു പുതിയ നീക്കം, അതിന്റെ PR വർക്കിന്റെ ഭാഗമായിട്ടൊരു പ്രതിഷേധ സമരവും. അല്ലാതെ യാതൊരു യുക്തിയുമില്ലാത്ത ഈ സമരത്തിന്റെ ആവശ്യകത പിന്നെ എന്താണ്? 7.5 കൊല്ലം കൊണ്ട് മസാല ബോണ്ടായും സ്വർണ്ണക്കടത്തായും മാസപ്പടിയായും നവകേരള, കേരളീയം എന്നിങ്ങനെ ഉള്ള ദൂർത്തടികൾ കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടുമാണ് കേരളം ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നത് എന്ന് ഏതൊരാൾക്കും അറിയാം. അതേസമയം സംഭവത്തെക്കുറിച്ച് പ്രതികരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനും രംഗത്തെത്തി. അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് കേരളത്തെ തകർത്തിട്ട് ഡൽഹിയിൽ പോയി നാടകം കളിച്ചിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറയുന്നു. കൂടാതെ മസാല ബോണ്ട് പോലെയുള്ള തലതിരിഞ്ഞ സാമ്പത്തിക നയമാണ് സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന പൂർണ്ണമായും തകർത്തതെന്നും വലിയ തട്ടിപ്പാണ് മസാല ബോണ്ടിന്റെ മറവിൽ തോമസ് ഐസക്കും മുഖ്യമന്ത്രിയും നടത്തിയതെന്നും പിണറായി വിജയൻ സർക്കാരിന് ഭരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് സംസ്ഥാനം സാമ്പത്തികമായി തകർന്നതെന്നും അതിന് ഡൽഹിയിൽ പോയി സമരം ചെയ്തത് കൊണ്ട് കാര്യമില്ലെന്നൊക്കെ അദ്ദേഹം അക്കമിട്ട് പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ സഹായം ഇല്ലാതിരുന്നെങ്കിൽ കേരളം പട്ടിണിയാകുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. ജന്തർ മന്ദറിൽ അഴിമതിക്കാരുടെ കൂട്ടായ്മയാണ് കാണാൻ കഴിഞ്ഞത്, നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ഒന്നിച്ചു നിൽക്കുന്നത് എന്നിങ്ങനെ പല പച്ചയായ സത്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെ പിണറായി വിജയൻ ആവശ്യപ്പെടുന്ന യാതൊരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളൊന്ന് വിലയിരുത്തി നോക്കണം. അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ വീതം കൊടുക്കുക, ഇല്ലാത്ത കണക്കുകൾ ഉണ്ടാക്കുക, കേന്ദ്രം ബ്രാൻഡിംഗ് ആണ് നടത്തുന്നത്, ഇതിലെല്ലാം എന്ത് ന്യായമാണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കൂ. അതായത് 24 കോടി ജനങ്ങളുള്ള സംസ്ഥാനത്തിനും 3.5 കോടി ജനങ്ങളുള്ള സംസ്ഥാനത്തിനും ഒരേ ആനുകൂല്യം, പിന്നെ 5 കൊല്ലം കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് കേന്ദ്രം പറഞ്ഞ അധിക നികുതി, അടുത്തത് പ്രധാനമന്ത്രി നൽകുന്ന അരിക്ക് പിണറായിയുടെ പടം. എന്ത് വിരോധാഭാസമാണല്ലേ. എന്തായാലും ഒരു കാര്യം പറയാം, പിണറായി നടത്തിയ പ്രതിഷേധമായാലും PR പരിപാടി ആയാലും രണ്ടും ഒത്തില്ല. രണ്ടും എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറായെന്ന് സാരം. വേഗം തന്നെ പിണറായി നാട്ടിലോട്ട് വണ്ടി കയറി മോളുടെ കാര്യമെങ്കിലും നോക്കുന്നതാവും നല്ലത്. അതെങ്കിലും നടക്കട്ടെ.